നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. നാടെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ. ദേശീയപാത ആമ്പല്ലൂർ ജംഗ്ഷനിലെ സിഗ്നൽ തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. വരന്തരപ്പിള്ളിയിൽ സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പണം തട്ടി. മൊയലൻസ് ലക്കി സെന്ററിൽ നിന്നുമാണ് 30,000 രൂപ തട്ടിയെടുത്തത്. പാലപ്പിള്ളിയിൽ ബൈക്ക് യാത്രികന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടന്നു. ഭീതിയിൽ നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും ഒരുക്കിയിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്തുമസിനെ ആഘോഷത്തോടെ വരവേൽക്കുകയാണ് നാടും നഗരവും. വീടുകൾ അലങ്കരിച്ചും പുതുവസ്ത്രങ്ങൾ ധരിച്ചും ക്രിസ്മസ് വിഭവങ്ങൾ ഒരുക്കിയും കൊണ്ടാടുന്ന ക്രിസ്മസ് ആഘോഷത്തിന്റെ ദിനങ്ങൾ കൂടിയാണ്. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവക കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന നോയല്ലെ 2024 മെഗാ കരോൾ ശ്രദ്ധേയമായി. ഇടവകയിലെ തെരുവ് വീഥികളിലൂടെ പാട്ടും നൃത്തവുമായി നീങ്ങിയ കരോൾ സംഘങ്ങൾ നാടിന് ആഘോഷരാവ് സമ്മാനിച്ചു. നിരവധി യുവാക്കൾക്കൊപ്പം അമ്മമാരും നൃത്തച്ചുവടുകളുമായി മെഗാ കരോളിൽ സജീവമായി പങ്കെടുത്തു. ഇടവകയിലെ 27 കുടുംബ യൂണിറ്റുകളെ സംയോജിപ്പിച്ച് 10 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ച മെഗാ കരോൾ ചെമ്പുച്ചിറയിൽ ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് റോയ് കല്ലമ്പി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, കൈക്കാരൻ ബിജു തെക്കൻ, കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ മങ്കുഴി എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ നടത്തിയ മെഗാ കരോൾ പള്ളിയിലെത്തി സമാപിച്ചു. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കരോൾ ഗാന മത്സരം DEO ഗ്ലോറിയ 2024 നടത്തി. കർണാട്ടിക് സംഗീത വിദഗ്ധൻ പാടും പാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. അസംഷൻ പള്ളി വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. മത്സരത്തിൽ 1ാം സ്ഥാനക്കാർക്കുള്ള ക്യാഷ് പ്രൈസും മെമന്റോയും സർട്ടിഫിക്കറ്റും വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ ഗായക സംഘം നേടി. ചിറ്റിശ്ശേരി സെന്റ് മേരീസ് ദൈവാലയ ഗായക സംഘം, പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി ഗായക സംഘം എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം കരസ്ഥമാക്കി. പുതുക്കാട് ഫൊറോനയിലെ 10 പള്ളികളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുകര, പള്ളി ട്രസ്റ്റി ഡേവിസ് താണിശ്ശേരിക്കാരൻ, ജനറൽ കൺവീനർ ഡേവിസ് തെക്കുംപുറം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാജു വെണ്ണാട്ടുപറമ്പിൽ, നെന്മണിക്കര പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ, സംഗീതജ്ഞരായ CJ ജോൺ, MD പോളി എന്നിവർ മത്സരത്തിന്റെ വിധികർത്താക്കളായിരുന്നു. മംഗളങ്ങൾ ചേർന്നു പാടാം, പുത്തനാണ്ട് പുലർന്നു വരും. മംഗളങ്ങൾ ചേർന്നു പാടാം, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. കൊടകര പ്രസ് ക്ലബിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് IR രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി, ട്രഷറർ TG അജോ, ലോനപ്പൻ കടമ്പോട്, K പ്രസാദ്, KV ഹരീന്ദ്രൻ, ഷോജൻ വിധേയത്തിൽ, ഡിനോ കൈനാടത്ത് എന്നിവർ പ്രസംഗിച്ചു. KSSPU പുതുക്കാട് യൂണിറ്റ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് VB ശോഭനകുമാരി അധ്യക്ഷത വഹിച്ചു. കോഓർഡിനേറ്റർമാരായ ലിസി, ടെസി, പ്രസന്ന, റീനജി തറയിൽ, ഉഷ, ഷീബ ആന്റണി, മാർഗരറ്റ്, മേരി ജോർജ്, ലാലു ജോസഫ്, ലാലി എന്നിവർ നേതൃത്വം നൽകി. ജോയിന്റ് കൺവീനർ ML ആൻഡു, P തങ്കം, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, TA വേലായുധൻ, MV യതീന്ദ്രദാസ്, TM രാമൻകുട്ടി, PV ദേവസി, PT വിക്രമകുമാരൻ, KN രഘു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ക്രിസ്മസ് കരോളും വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അതാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യണേ, എല്ലാ വീട്ടിലും എന്ത് ചെയ്യും, നക്ഷത്രങ്ങളൊക്കെ
നക്ഷത്രമില്ലേ? അപ്പൊ എന്താണ്? അതായത് ലോകത്തിന്റെ പ്രകാശമാണ് ഞാൻ. സത്യമയ ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അത് ആ ജനനം വേണമെങ്കിൽ മാളികയിലോ കൊട്ടാരത്തിലോ ഒക്കെ ആവാമായിരുന്നു. പക്ഷെ സാധാരണക്കാരനായി ഒരു കാര്യത്തൊഴുത്തി യാതൊരു വാതിലുകളോ അടച്ചുപൂട്ടലുകളോ ഒന്നുമില്ല. ആട്ടിടയന്മാർ ചെന്നപ്പോ അവിടെ വാതിലോ തുറക്കേണ്ടി വന്നില്ല. മറ്റു വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ ബൈക്ക് യാത്രികന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടന്നു. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം ഡോക്ടറുടെ ഗേറ്റിന് സമീപമാണ് സംഭവം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു പുലി റോഡ് മുറിച്ചു കടന്നത്. പാലപ്പിള്ളിയിൽ ബൈക്ക് യാത്രികന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടന്നു. പാലപ്പിള്ളി പിള്ളത്തോടിന് സമീപം ഡോക്ടറുടെ ഗേറ്റിന് സമീപമാണ് പുലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. സ്ഥിരം ആനകൾ റോഡ് മുറിച്ചു കടക്കുന്ന പ്രദേശമാണിത്. 110 തൈക്കാട് തോട്ടത്തിലേക്കാണ് പുലി റോഡ് മുറിച്ചു കടന്നതെന്ന് യാത്രികർ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രദേശവാസികൾ ഇവിടെ പുലിയെ കണ്ടിരുന്നു. 2 ദിവസം മുൻപ് പാലപ്പിള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാടിയിൽ പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. തുടർച്ചയായി പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പിള്ളി മേഖലയിൽ പലയിടത്തായി പുലി ഇറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ദേശീയപാത ആമ്പല്ലൂർ ജംഗ്ഷനിലെ സിഗ്നൽ തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കണ്ടില്ലെന്നടിച്ച് അധികൃതർ. ചാലക്കുടി ഭാഗത്തേക്ക് പോകാനുള്ള സിഗ്നലിലാണ് തകരാർ. പച്ച സിഗ്നൽ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള മഞ്ഞ ലൈറ്റും വാഹനം നിർത്തുന്നതിനുള്ള ചുവപ്പ് ലൈറ്റും പ്രവർത്തനരഹിതമാണ്. തൃശൂർ ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ ഈ സിഗ്നലിൽ എത്തുമ്പോൾ പച്ച സിഗ്നൽ കത്തുന്നതിനാൽ സിഗ്നൽ തകരാറിലാണെന്ന് അറിയാതെ കടന്നുപോകുന്നു. ഇതുമൂലം വരന്തരപ്പള്ളി ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നു. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുകയും ചെയ്യുന്നതിനാൽ ദൂരയാത്രികരും പ്രദേശവാസികൾ അല്ലാത്തവർക്കും പുതിയ ഗതാഗത പരിഷ്കരണം കൃത്യമായി മനസ്സിലാകാതെ യാത്ര ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. ഇതിനു പുറമെയാണ് സിഗ്നൽ തകരാറും. വാഹനയാത്രികർക്ക് പുറമെ കാൽനട യാത്രികരും ദേശീയപാത മുറിച്ചു കടക്കുവാൻ ഏറെ ദുരിതം അനുഭവിക്കുന്നു. എത്രയും വേഗം സിഗ്നലിലെ തകരാർ പരിഹരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളിയിൽ സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പണം തട്ടി. മൊയ്ലൻപടിയിൽ പ്രവർത്തിക്കുന്ന മൊയ്ലൻസ് ലക്കി സെന്ററിൽ നിന്നുമാണ് 30,000 രൂപ തട്ടിയെടുത്തത്. ബുധനാഴ്ച നറുക്കെടുത്ത കാരുണ്യയുടെ 5,000 രൂപ സമ്മാനം ലഭിച്ച വ്യത്യസ്ത സീരീസ് നമ്പറുകളുള്ള 6 ടിക്കറ്റുകളുടെ കളർ ഫോട്ടോസ്റ്റാറ്റ് നൽകിയാണ് പണം തട്ടിയതെന്ന് ലോട്ടറി വിൽപ്പനക്കാരി KJ ജംഷിദ പറഞ്ഞു. നമ്മളിവിടെ 10-25 വർഷമായിട്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ലോട്ടറി കച്ചവടം ചെയ്തു വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ കടയിൽ ഉച്ച സമയത്ത് ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് ഒരാൾ വരികയും ഒരു 6 ടിക്കറ്റ് 5,000 തന്ന് അത് മാറ്റി കൊടുക്കുകയും നമ്മളിവിടെ നിലവിൽ ചെയ്തു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെല്ലാ ടിക്കറ്റും കൊടുക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാ ടിക്കറ്റും ഒരുവിധം നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് പ്രൈസ് ടിക്കറ്റ് ഉള്ളത് കൊടുക്കാറുള്ളത്. അയാൾ വരികയും നമ്മൾ പ്രൈസ് ടിക്കറ്റ് ഇതേമാതിരി തന്നെ സ്കാൻ ചെയ്ത് നോക്കി കൃത്യമായി നോക്കിയിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അത് ഏജൻസിക്ക് കൊടുത്തപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ അധികാരികൾ ഈ ടിക്കറ്റ് വ്യാജമാണെന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ ഒരു 30,000 രൂപ നമ്മൾക്ക് നഷ്ടമായി. ഇത് ഒറിജിനലിനെ വെല്ലുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് ആണെന്നാണ് പറയണത്. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം ഉടനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും തട്ടിപ്പ് നടക്കുന്നുണ്ട്. തൃശ്ശൂരിലുള്ള ഹോൾസെയിൽ ലോട്ടറി വിൽപ്പന കേന്ദ്രത്തിൽ ലോട്ടറികൾ നൽകിയിരുന്നു. ഇവർ ഭാഗ്യക്കുറി ഓഫീസിൽ ലോട്ടറി ടിക്കറ്റുകൾ സമർപ്പിച്ചപ്പോഴാണ് ഒറിജിനൽ ലോട്ടറി അല്ല എന്ന് മനസ്സിലായത്. മുൻപും സമാനാർഹമായ നമ്പർ ഒട്ടിച്ചു കൊണ്ടുവന്ന് പണം തട്ടിയിരുന്നതായി ലോട്ടറി വിപണന കേന്ദ്രം ഉടമ പറഞ്ഞു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU മുൻ ജില്ലാ സെക്രട്ടറി K ഭാസ്കരന്റെ 10ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അളഗപ്പ നഗറിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. BKMU പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷത വഹിച്ചു. TK ഗോപി, ജയന്തി സുരേന്ദ്രൻ, VK കരുണാകരൻ, KR രാജേന്ദ്രൻ, KK സുബ്രൻ, VR സുരേഷ്,
ഡെന്നീസ് പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ KM ചന്ദ്രൻ, CU പ്രിയൻ, BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PC സാജു, KS തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ സഖാവ് KM ചന്ദ്രൻ, CU പ്രിയൻ, അതുപോലെ BKMUവിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് രജനി കരുണാകരൻ, സ്വാഗതം ആശംസിച്ച PC സാജു. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് വില്ലേജ് അമ്പല്ലൂരിലെ നോർത്ത് ജോർജ് ടൗണിൽ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അളകപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജോർജ് നെരേപ്പറമ്പിൽ മുഖ്യാതിഥിയായി. 5000 സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച ടെന്റിലാണ് ക്രിസ്മസ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. 1 മണിക്കൂറിലേറെ സമയം കുടുംബവുമൊത്ത് ചെലവഴിക്കാവുന്ന രീതിയിലാണ് ക്രമീകരണം. നക്ഷത്രപ്പാടവും മഞ്ഞു പെയ്യുന്ന ഗുഹയിലൂടെയുള്ള അനുഭവമെല്ലാം ഇവിടെ ദൃശ്യാവിഷ്കരിച്ചിട്ടുണ്ട്. ഫുഡ് കോർട്ടും ലൈവ് ഇവന്റ്സും ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്നവർക്ക് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 100 രൂപ നിരക്കിലാണ് പ്രവേശനം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഗ്രൂപ്പ് ബുക്കിംഗിന് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് വില്ലേജിന്റെ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഇടയിലേക്ക് കടന്നെത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം MLA രാമചന്ദ്രൻ സാറിനെ ഞാൻ നമ്മുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം നമ്മുടെ അളകപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട MLA KK രാമചന്ദ്രൻ അവർ, നമ്മുടെ എല്ലാവിധമായ അമ്പലൂരിലെ ചോർച്ചേട്ടൻ, അതുപോലെ തന്നെ ഇതിന്റെ സംഘാടകർ, എന്തായാലും ക്രിസ്മസിന്റെ തലേന്ന് തന്നെ ഈ പരിപാടി ആരംഭിക്കാൻ കഴിയുന്നത് വലിയ കാട് പിടിച്ചു കിടന്ന ഒരു സ്ഥലത്തിനെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് തീർച്ചയായിട്ടും ഇതിന്റെ സംഘാടകരെ സജി മറ്റെല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഈ പരിപാടി അടുത്ത കൊല്ലം കൂടി നന്നാക്കി കൊണ്ടുവരണമെന്നാണ് ഞാൻ. ഇവിടെ ഒരു ഷാജുവിന്റെ സജിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു ക്രിസ്മസ് വില്ലേജ് എന്ന നിലയിൽ പ്രത്യേകമായി ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പുറത്തുനിന്ന് കാണുമ്പോൾ മാത്രമല്ല, ഷാജുവിന്റെ കഴിഞ്ഞ വർഷത്തെ കല്ലൂരിലെ കിഴക്കേപ്പള്ളി ഒരുക്കിയിരുന്ന ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കിയിരുന്ന പുൽക്കൂടും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോയി എന്നെ ക്ഷണിച്ച് പ്രത്യേകമായി ഉദ്ഘാടനം കൊണ്ട് നിർവഹിച്ചതാണ്. തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളികൾക്ക് തേനീച്ച കുത്തി പരിക്കേറ്റു. തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളികൾക്ക് തേനീച്ച കുത്തി പരിക്കേറ്റു. 3 പുരുഷന്മാരും 8 സ്ത്രീകളും ഉൾപ്പെടെ 11 പേർക്കാണ് പരിക്കേറ്റത്. പഴയന്നൂർ പൊറ്റയിൽ പാലാട്ടുകുന്ന് ചെമ്മാട്ടുകുളമ്പ് പട്ടിയത്തുകുന്ന് വീരാൻ സാഹിബിന്റെ റബ്ബർ തോട്ടത്തിൽ രാവിലെ 10:30ഓടെയാണ് സംഭവം. പരിക്കേറ്റവരെ ഉടൻ പഴയന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ തേടി. പഞ്ചായത്ത് അംഗങ്ങളായ KA ഹംസ, A സൗഭാഗ്യവതി, U അബ്ദുള്ള എന്നിവർ ആശുപത്രിയിലെത്തിയിരുന്നു. വീരാൻ സാഹിബിന്റെ റബ്ബർ തൊടിയിൽ വെച്ചു വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചാലിൻ്റെ സൈഡ് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈച്ച വന്നിട്ട് ഞങ്ങളെല്ലാവരും ഓടി പുറകിൽ ഈച്ചകൾ വന്നു. ഇങ്ങനെ കുത്തി ഇത്ര ആട്ടമണി ഈച്ച പോകണില്ല, ഒരു കറുത്ത ഈച്ചകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ പാടങ്ങൾ തോടൊക്കെ താണ്ടി ഓടുകയാണ്. ദേശീയപാതയോരത്തെ പഞ്ഞിമരത്തിൽ നക്ഷത്രങ്ങൾ ഒരുക്കി നെല്ലായി സെന്റ് മേരീസ് ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് കുടുംബ യൂണിറ്റ്. കൊളത്തൂർ സെന്റ് ജോസഫ് കപ്പേളയ്ക്ക് സമീപമുള്ള പഞ്ഞിമരത്തിലാണ് നക്ഷത്രങ്ങൾ സ്ഥാപിച്ചത്. 100-ലധികം നക്ഷത്രങ്ങളാണ് ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിച്ചത്. പഞ്ഞിമരത്തിന് താഴെ മനോഹരമായ പുൽക്കൂടും ഒരുക്കിയിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ നിർവഹിച്ചു. പുതുവത്സരം വരെ നക്ഷത്രങ്ങൾ ഉണ്ടാകും. 7 ലീഫ് മാസികയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 7 ലീഫ് പ്രസിദ്ധീകരിച്ച് കൃഷ്ണകുമാർ മാപ്രാണം എഡിറ്റ് ചെയ്ത 72 കവികളുടെ കവിതകൾ ഉൾപ്പെടുന്ന കനവ് കവിതാ സമാഹാരത്തിന്റെ പ്രകാശനവും 7 ലീഫ് കാവ്യ പുരസ്കാര സമർപ്പണവും നടത്തി. രമ പിഷാരടിയുടെ വർത്തമാനകാലം, ശോഭ വത്സന്റെ വെളിച്ചം തേടി, KS സോണിയയുടെ വൃദ്ധസദനം എന്നീ കവിതാ സമാഹാരമാണ് 7 ലീഫ് കാവ്യ പുരസ്കാരം നേടിയത്. ചടങ്ങ് മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ കൃഷ്ണകുമാർ മാപ്രാണം അധ്യക്ഷത വഹിച്ചു. KM മുഹമ്മദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എഴുത്തുകാരൻ VU സുരേന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഇരിഞ്ഞാലക്കുട ബാബുരാജ് പുസ്തകം ഏറ്റുവാങ്ങി. നോവലിസ്റ്റ് സുരേന്ദ്രൻ മങ്ങാട് കാവ്യ പുരസ്കാര സമർപ്പണം നടത്തി.
ജയലക്ഷ്മി പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി. ഷീന കാർത്തികേയൻ, സിനി കെ ഗോവിന്ദ്, ഷിമി ബിനേഷ്, സുഭാഷ് പോണോളി, രാജലക്ഷ്മി, സുമിഷ, ലൈല മജ്നു, ഭാഗ്യലക്ഷ്മി സന്തോഷ്, ഡോക്ടർ ആർ രമ്യരാജ്, വിജയൻ ചിറ്റേക്കാട്ടിൽ, ഗീത വിജയകുമാർ, മിനി മോഹനൻ, ജെറുഷ എന്നിവർ സംസാരിച്ചു. കവികൾ അവർ ജീവിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല, അവർ മുന്നറിവുകൾ നൽകുന്നവരാണ്. അവർ ജീവിതത്തെയും സമൂഹത്തെയും. പന്തല്ലൂർ നവരത്ന കലാസമിതിയുടെ 61ാം വാർഷികത്തോടനുബന്ധിച്ച് നാട്ടുകൂട്ടായ്മയിൽ നാടകമൊരുങ്ങുന്നു. വ്യാഴാഴ്ച പന്തല്ലൂർ നവരത്ന കലാസമിതിയിൽ രാത്രി 7:30 നാടകം അരങ്ങേറും. പന്തല്ലൂർ സ്വദേശികളായ KR അനീഷ് രാജ് നാടകരചനയും RLV സുഭാഷ് പന്തല്ലൂർ നാടക സംവിധാനവും നിർവഹിച്ച വിളക്കുമരം എന്ന നാടകമാണ് ക്രിസ്തുമസ് പിറ്റേന്ന് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സജേഷ് കുമാർ കൺവീനറും ഉണ്ണികൃഷ്ണൻ പെരുമറത്ത് പ്രസിഡന്റും KR അനീഷ് രാജ് സെക്രട്ടറിയുമായ നവരത്ന കലാസമിതിയാണ് വാർഷിക ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. RLV സുഭാഷ് പന്തല്ലൂർ, KR അനീഷ് രാജ്, KP രഘുനാഥൻ, സജേഷ് കുമാർ പന്തല്ലൂർ, ഉണ്ണികൃഷ്ണൻ പെരുമറത്ത്, KT രേഖ, KR രമ്യ, ദീപക് നാരായണൻ, KS ബൈജു, നക്ഷത്ര ബൈജു എന്നിവരാണ് അഭിനേതാക്കൾ. KR അരുൺ, സഞ്ജയ് നാരായണൻ എന്നിവർ ശബ്ദ നിയന്ത്രണവും തിലകൻ പുലക്കാട്ടുകര പ്രകാശ നിയന്ത്രണവും നടത്തും. ഉണ്ണികൃഷ്ണൻ പെരുമറത്താണ് രംഗവടം. വാർഷിക ഉത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ബുധനാഴ്ച വൈകിട്ട് 6:30 പഞ്ചായത്ത് അംഗം KK രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. നവരത്ന കലാസമിതി പ്രസിഡന്റ് PR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. വിദേശത്തൊക്കെ വയസ്സായവർ ഓൾഡ് ഏജ് ഹോമിൽ കാശുള്ളവർ ഓൾഡ് ഏജ് ഹോമിൽ ഉണ്ടാക്കും, കാശില്ലാത്തവർ കൊണ്ടുപോയി തള്ളും ഗുരുവായൂരമ്പലം നടയിൽ. പന്തല്ലൂരിലുള്ള ഈ കലാസമിതി തുടർച്ചയായ അനേക വർഷങ്ങളായി തന്നെ ഇവിടെ നാടക പാരമ്പര്യമുള്ളൊരു സമിതിയാണ്. ഒരുപാട് വലിയ കലാകാരന്മാർ വളർന്നു വന്നിരിക്കുന്ന ഒരു സമിതിയാണ്. നാടിൻ്റെ കൂട്ടായ്മ അത് വളരെ മനോഹരമായിട്ട് ഈ സമിതിയുടെ എല്ലാ നടത്തിപ്പിനും ഒപ്പം തന്നെയുണ്ട്. സീസണുകൾ മാറുമ്പോൾ അത് നമ്മുടെ ചർമ്മത്തിലും മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഓരോ സീസണുകൾ മാറി വരുമ്പോഴും സ്കിൻ കെയർ റുട്ടീനിലും ആ മാറ്റം വരുത്തേണ്ടതാണ്. അതിനാൽ മഞ്ഞുകാലത്ത് ചർമ്മ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞുകാലത്ത് ശരീരത്തിന്റെ ആരോഗ്യത്തിൽ മാത്രമല്ല ചർമ്മത്തിന്റെ ആരോഗ്യത്തിലും വേണം ശ്രദ്ധ. തണുപ്പ് കാലമാകുന്നതോടെ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുതലായി നഷ്ടപ്പെടുകയും ചർമ്മം കൂടുതൽ വരണ്ടു പോകുകയും ചെയ്യും. തണുപ്പ് കാലത്ത് വെള്ളം കുടിക്കുന്നതിന്റെ അളവും കുറയാം. ഇതൊക്കെ ചർമ്മത്തെ മോശമായി ബാധിക്കാം. ഇതിന് പരിഹാരമായി മോയ്സ്ചറൈസിംഗ് ലോഷൻ പതിവായി ഉപയോഗിക്കുക. എണ്ണമയമുള്ള നല്ല കട്ടിയുള്ള ലോഷനുകൾ തന്നെ തിരഞ്ഞെടുക്കുവാനും ശ്രദ്ധിക്കുക. അവക്കാഡോ ഓയിൽ, ആൽമണ്ട് ഓയിൽ, മിനറൽ ഓയിൽ, പ്രിംറോസ് ഓയിൽ ഇവയിൽ ഏതെങ്കിലും പ്രധാന ഘടകമായ ഉത്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതാകും നല്ലത്. വെള്ളം ധാരാളം കുടിക്കുക. അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ സിക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ ഒരു നല്ല വിറ്റാമിൻ സി സിറം ഉപയോഗിക്കാം. ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരാനും ശ്രദ്ധിക്കുക. സീസണൽ പഴങ്ങളും പച്ചക്കറികളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇവയൊക്കെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മഞ്ഞുകാലത്ത് ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നത് പലരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ചുണ്ടിലെ ചർമ്മം മറ്റു ചർമ്മത്തേക്കാൾ നേർത്തതാണ്. അതിനാൽ ചുണ്ടുകളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ്. ഒരു ലിപ് മോയ്സ്ചറൈസിംഗ് ലിപ് ബാം ഉപയോഗിക്കുന്നത് ചുണ്ടുകൾക്ക് നല്ലതാണ്. അതുപോലെ വെളിച്ചെണ്ണ ചുണ്ടിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് ചുണ്ടുകളുടെ വരൾച്ച മാറാൻ സഹായിക്കും. നല്ല ഉറക്കത്തിന് നമ്മുടെ മുഖസൗന്ദര്യത്തിലും സ്ഥാനമുണ്ട്. നല്ല ഉറക്കം കണ്ണിന് ചുറ്റുമുള്ള തടിപ്പും കറുത്ത നിറവും ഇല്ലാതാക്കും. അതിനാൽ പതിവായി 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൻസ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് 36 സ്കിൽ ട്രെയിനർമാരുടെയും 18 സ്കിൽ സെന്റർ അസിസ്റ്റന്റുമാരുടെയും തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഡിസംബർ 30 വൈകിട്ട് 5-നകം ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ല
ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ട്, പാലസ് റോഡ്, തൃശൂർ ജില്ല. പിൻ 680020 എന്ന വിലാസത്തിൽ അപേക്ഷ നേരിട്ട് സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872323 മണലൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. യോഗ്യത ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ BTechഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 28 രാവിലെ 11 മണലൂർ ഗവൺമെന്റ് ITIയിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487262066. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. പുതുക്കാട് തെക്കേത്തുറവ് മറുവഞ്ചേരി ശിവനാഥൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമണി തെക്കൂട്ടാണ് ഭാര്യ. അനൂപ്, അഭിലാഷ് എന്നിവർ മക്കളും അനുമോൾ, നവ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. നാടെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ. ദേശീയപാത ആമ്പല്ലൂർ ജംഗ്ഷനിലെ സിഗ്നൽ തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. വരന്തരപ്പിള്ളിയിൽ സമ്മാനമടിച്ച ലോട്ടറി ടിക്കറ്റിന്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി പണം തട്ടി. മൊയലൻസ് ലക്കി സെന്ററിൽ നിന്നുമാണ് 30,000 രൂപ തട്ടിയെടുത്തത്. പാലപ്പിള്ളിയിൽ ബൈക്ക് യാത്രികന് മുന്നിലൂടെ പുലി റോഡ് മുറിച്ചു കടന്നു. ഭീതിയിൽ നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.